ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കാതെ വന്യമൃഗങ്ങളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരം വനംവകുപ്പ് ബീറ്റ് ഓഫീസർക്ക് നൽകിക്കൊണ്ടുള്ള ഗവൺമെന്റ് തീരുമാനത്തിന്മേൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം അറിയുവാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വനം നിയമം ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരട് ബില്ല് പൂർണ്ണമായും റദ്ദാക്കും വരെ UDF സമരപരിപാടികളുമായി മുമ്പിട്ടിറങ്ങുമെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു. മജിസ്ട്രേറ്റിന്റെ അധികാരം ആണ് ഇപ്പോൾ ബീറ്റ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബീറ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകി ഇടുക്കി ജില്ലയിലെ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഈ തീരുമാനമെടുത്തപ്പോൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ശ്രീ റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം എന്ത് എന്ന് ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ അമിതാധികാരം കൊടുത്ത് ആളുകളുടെ മൗലിക അവകാശത്തിന്മേൽ കഠിനാക്രമണം നടത്തുന്നത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഏറാൻമൂളികളായി നിൽക്കുന്ന സാമൂഹ്യ വിരുദ്ധരായ കുറെ ആളുകളാണ് വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്നത്. ആ താൽക്കാലിക ജീവനക്കാർക്ക് വീട്ടിൽ കയറി പരിശോധിക്കുന്നതിനും വാഹനങ്ങൾ പരിശോധിക്കുന്നതിനും ബാഗുകൾ പരിശോധിക്കുന്നതിനും എല്ലാം ഈ നിയമ ഭേദഗതിയിലൂടെ അധികാരം നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വനാതിർത്തികളെ താമസിക്കുന്ന ആളുകളെ സമാധാനപരമായി ജീവിക്കുവാൻ ഈ പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ഈ താൽക്കാലിക ജീവനക്കാരും യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ദയനീയമായ സ്ഥിതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്.